വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളേവരെയും റേമ എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-12 തിരുവചനങ്ങളാണ്. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിർ കെടാത്ത തീയെ കത്തിച്ച് കളയുകയും ചെയ്യും. ഈ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചനയാണ്. വീശുമുറം അവന്റെ കൈകളിലുണ്ട്. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ വീശുമുറമുണ്ട്. ഇതൊരു വേർതിരിവിന്റെ സമയമാണ്. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ, കളയും വിളയും വേർതിരിക്കുന്നത് പോലെ കർത്താവ് തനിക്കുള്ളവരെയും തനിക്കല്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു സമയം. ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ നിർണായകമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തിലും സഭയിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളും പ്രതിസന്ധികളൊന്നും അവിചാരിതങ്ങളല്ല. ഇതെല്ലാം ഒരു വേർതിരിവിന്റെ അടയാളങ്ങളാണ്. നെല്ലും പതിരും ഇനി ഒരുമിച്ച് വളരാൻ കർത്താവ് അനുവദിക്കുകയില്ല. കർത്താവ് അതിനായി വെച്ച ഒരു കാലാവധി പരിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും. കൊയ്ത്തുവരെ അവ രണ്ടും വളരട്ടെ. എന്റെ സഹോദരങ്ങൾ, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ ഇത് കൊയ്ത്തിന്റെ കാലമാണ്. വെളിപാട് പുസ്തകം 14:15 പറയും, അരിവാടെടുത്ത് കൊയ്യുക, കൊയ്ത്തിനു കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കും. തന്റെ വീശുമുറം കൊണ്ട് കർത്താവ് ശക്തമായി വീശിക്കൊണ്ടിരിക്കുകയാണ്. ഗോതമ്പിന്റെയും പതിരിനെയും വേർതിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ. കർത്താവ് നമ്മളെ പാറ്റുമ്പോൾ നമ്മൾ ഏതിനാണ് ഉൾപ്പെടുന്നത്? മേൽത്തരം ഗോതമ്പിലാണോ, അതോ കാറ്റ് പറത്തിക്കളയുന്ന പതിരുകളിലാണോ നമ്മൾ പെട്ടുപോകുന്നത്? പരിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഇത് വലിയ ആത്മീയ ഒരുക്കത്തിന്റെ നാളുകൾ. നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി കൃപയോടെ ജീവിക്കേണ്ട നാട്. അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട അഭിഷേകത്തിന്റെ നിമിഷം. സ്വർഗം തരുന്ന ഈ ആലോചന തിരിച്ചറിഞ്ഞു. കർത്താവ് നമ്മളെ പാറ്റുമ്പോൾ നമ്മൾ ഗോതമ്പിലാണോ പതിരിലാണോ ഉൾപ്പെടുന്നതെന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തിൽ ഉൾപ്പെടുത്തുവാൻ, ദൈവവചനത്തിൽ ജീവിക്കുവാൻ, ദൈവവചനത്തിന്റെ ശക്തി നിരന്തരം അനുഭവിച്ച് വളരുവാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് ദിനംതോറും നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.